രാവിലെ ഈ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നന്ദിയും പറയാം, അതുപോലെ തന്നെ സോറിയും പറയാം, നമ്മൾ ചെയ്തു പോയത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. സോ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാം. ഈ ബിഗ് ബോസിനകത്ത് എല്ലാവരും ചേർന്നുള്ള കോർണറിങ് സീസൺ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ട ആ ഗ്രൂപ്പ് അറ്റാക്ക് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലും ഉണ്ട്. ഉദാഹരണത്തിന് ഏകദേശം 10-12 മിനിറ്റോളം ആദില സംസാരിച്ചത് മുഴുവൻ ഇപ്പം അനുവിൻ്റെ അടുത്ത് നന്ദി പറയുന്നതായിട്ടാണ് പറഞ്ഞെങ്കിലും എല്ലാം നെഗറ്റീവ് രീതിയിലാണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് പഠിപ്പിച്ചു, അതുപോലെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുമെന്ന് പഠിപ്പിച്ചു, എങ്ങനെ ഫേക്കായിട്ട് നിൽക്കാമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ അനുവിൻ്റെ നെഗറ്റീവായിട്ട് ഉള്ള രീതിയിൽ അനുമോൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ആദില സംസാരിച്ചത്. അതിന് മുഴുവൻ അവിടെ എല്ലാവരും കൈയടിച്ചു. ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് അവസാനം ആദില ഇരിക്കുന്നത്. 10-12 മിനിറ്റ് സംസാരിച്ചേ, എല്ലാവരും കയ്യടി ഉണ്ടായിരുന്നു. അതിൽ നൂറയും ഷാനവാസും മാത്രമാണ് അതിൽ വലിയ ഒരു ഇതില്ലാതിരുന്നത്, എന്ന് വെച്ചാൽ ആദില കാണിക്കുന്ന മണ്ടത്തരമാണെന്നുള്ള രീതിയിലിരുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നേ. അത് മാത്രമല്ല ആദില സോറി പറഞ്ഞത് ആര്യൻ്റെ അടുത്തുമാണ്. നെവിൻ വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത് അനുമോളെടുത്തും ഷാനവാസിൻ്റെ അടുത്തുമാണ് നെവിൻ സോറി പറയുന്നത്. അപ്പോൾ അനുമോള് പറയാൻ വന്നപ്പോൾ അനുമോള് സോറി പറഞ്ഞത് രേണുവിൻ്റെ അടുത്താണ്. രേണു സുധി മറ്റേ ആ ഹൈജീൻ വിഷയത്തിൽ ആ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, അതിൻ്റെ പേരിൽ ഒരു സോറി പറഞ്ഞു. എന്നിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞത് ആദിലയും നൂറേനെയാണ്, മെൻ്റലി സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് അനുമോള് പറഞ്ഞത്. കൂട്ടത്തിൽ നമ്മുടെ ഒണീലിൻ്റെ അഭിലാഷിൻ്റെയും പേരെടുക്കാനായിട്ട് അനുമോള് ശ്രമിച്ചപ്പോൾ എല്ലാവരും കൂടി അടിച്ചങ്ങോട്ട് ഇരുത്തുന്നതാണ് കണ്ടത്. സമ്മതിച്ചില്ലെന്നേ, അടിച്ചിരുത്തി കളഞ്ഞു. എന്നാൽ നെവിൻ 2 പേരുകളെടുത്തപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് വ്യക്തമായി കാണാം. അനുമോളെ കുറ്റം പറയുന്നത് കൊണ്ട് ആദിലെ കൂടുതൽ സമയമെടുത്താലും കുഴപ്പമില്ല, കൈയടിക്കാൻ നമ്മളുണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇവരായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന എല്ലാവരും ചേർന്ന് അനുമോളെ വിജയിപ്പിക്കും എന്നതിൽ എനിക്കിപ്പോൾ ഒരു സംശയമില്ല. ഈ സീസണിൽ മിക്കവാറും കപ്പ് അനുമോൾ എടുക്കാനുള്ള ചാൻസാണ് കാണുന്നത്. കാരണം അത്രയ്ക്ക് പണി അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ശരിക്കും അനുമോളുടെ PR അകത്ത് നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു.